നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഹൽഗാമിൽ നടന്നതിന്റെ മുറിവ് ഉണങ്ങും മുന്നെയാണ് ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ഈ ഒരു സ്ഫോടനം. ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ഒതുങ്ങില്ല ഈ ഭീകരർ ഒന്നും തന്നെ. അടിവേര് പിഴുതെടുക്കുക തന്നെ വേണം. കാരണം അന്ന് നടത്തിയ സിംഗിൾ ചാവേർ ആക്രമണം എന്ന് പറയുമ്പോഴും ഇവന്മാർ നടത്താനിരുന്നത് രാജ്യം കത്തിക്കാനുള്ള വലിയ ആക്രമണമായിരുന്നു എന്നുള്ളതാണ് വരുന്ന സൂചനകൾ. NIA അന്വേഷണത്തിൽ ഇപ്പോൾ ഇതെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. വൈറ്റ് കോളർ ഭീകരതയുടെ പൈശാചിക മുഖം. ഹമാസ് മാതൃകയിലുള്ള ആക്രമണമായിരുന്നു ഇവരുടെ ലക്ഷ്യം തന്നെ. ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയതിന് സമാനമായ ആക്രമണമായിരുന്നു രാജ്യ തലസ്ഥാനത്ത് ഇവർ പദ്ധതിയിട്ടത്. ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിനായിരുന്നു ഇതിവരുടെ ലക്ഷ്യം. ചെറു റോക്കറ്റുകൾ നിർമ്മിക്കാനും പദ്ധതിയിട്ടു. ഇതിനിടെയാണ് വൈറ്റ് കോളർ ഭീകരത ജമ്മു കാശ്മീർ പോലീസ് തിരിച്ചറിയുന്നത്. ഇതോടെ എല്ലാം പൊളിയുകയായിരുന്നു. വിദേശത്തും ഗൂഢാലോചന നടന്നിരുന്നു. ചാവേർ ആക്രമണം നടത്തിയ ഉമർ ഉൻ നബിക്കൊപ്പം പ്രവർത്തിച്ച രണ്ടാമത്തെ ഭീകരനെ അറസ്റ്റ് ചെയ്തതോടെയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ തന്നെ പുറത്തു വന്നത്. ഇതിനിടെ തിരിച്ചടിയുടെ സൂചനകൾ ഇന്ത്യ നൽകിക്കഴിഞ്ഞു. അന്വേഷണത്തിൽ പാക് ബന്ധത്തിന് വ്യക്തമായ തെളിവ് ഉറപ്പിച്ചാൽ തീർന്നു മുനീറിന്റെ കാര്യം. ഇതുവരെ ലഭിച്ച തെളിവുകളിലൂടെ ബന്ധം അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് സൈന്യം തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നേര്. പാകിസ്ഥാനുമായുള്ള ഇവന്മാരുടെ ബന്ധത്തിന്റെ തെളിവുകൾ കേന്ദ്ര സർക്കാരും സൈന്യവും പരിശോധിക്കുകയാണിപ്പോൾ. ഭീകരർക്ക് അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഒരേ രീതിയിൽ തന്നെ മറുപടി നൽകുമെന്നും ഏതൊരു ഭീകര പ്രവർത്തനത്തിനെതിരെയും ശക്തമായി പ്രതികരിക്കുമെന്നും കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കിയിരിക്കുകയാണ്. പുരോഗതിയും വികസനവുമാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അത് തടസ്സപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അവർക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് നമ്മുടെ കരസേനാ മേധാവി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരവാദികളോടും അതിനെ പിന്തുണയ്ക്കുന്നവരോടും ഇന്ത്യ സ്വീകരിച്ച നിലപാടും ദ്വിവേദി ഇപ്പോൾ ആവർത്തിച്ചിരിക്കുകയാണ്. ഭീകരവാദവും ചർച്ചയും ഒരിക്കലും ഒരുമിച്ച് മുന്നോട്ട് പോകില്ല. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല. വീണ്ടും ഈ വരികൾ ആവർത്തിക്കുന്നു. സമാധാനപരമായ പ്രക്രിയയെ ഇന്ത്യ പിന്തുണയ്ക്കുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യും. ഒന്നിനെയും ഭയപ്പെടാത്ത തരത്തിലേക്ക് ഇന്ത്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് തുടർന്നാൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലെ ഇന്ത്യയുടെ പുതിയ രീതി പാകിസ്ഥാന് വലിയ വെല്ലുവിളി തന്നെ ഉയർത്തും. പാകിസ്ഥാന്റെ ആണവ നിലപാടുകളെ ഇന്ത്യ യാതൊരു തരത്തിലും ഭയക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇത് പാകിസ്ഥാനുള്ള സൂചനയാണ്. ചെങ്കോട്ടയിലെ ഭീകരതയ്ക്ക് പിന്നിലുള്ളവർ ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണെന്നും വ്യക്തമായിട്ടുണ്ട്. തുർക്കിയിലും മാലിദ്വീപിലും ദുബായിലുമെല്ലാം ഗൂഢാലോചനകൾ നടന്നു കഴിഞ്ഞു എന്നുള്ളത് NIA അന്വേഷണത്തിൽ വ്യക്തമായി. ജാസിർ ബിലാൽ വാനി എന്ന ഡാനിഷിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഡ്രോൺ ആക്രമണങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. ആയുധങ്ങളും ബോംബുകളും വഹിക്കാൻ ശേഷിയുള്ള തരത്തിലേക്ക് ഭീകരർക്ക് വേണ്ടി ഡ്രോണുകൾ പരിഷ്കരിക്കാൻ ശ്രമിച്ചിരുന്നു. റോക്കറ്റുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചതിനും NIA തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡാനിഷാണ് ഭീകരർക്ക് ഇതിനായി സാങ്കേതിക സഹായം നൽകിയിരുന്നത്. ജമ്മു കാശ്മീർ സ്വദേശിയായ ഡാനിഷിനെ ശ്രീനഗറിൽ നിന്നാണ് പിടികൂടിയത്. സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഉമർ നബി സഞ്ചരിച്ചത് ഇന്ത്യ ഗേറ്റ് ഉൾപ്പെടെയുള്ള ഡൽഹിയിലെ സുരക്ഷാ മേഖലയ്ക്കുള്ളിലൂടെ തന്നെയാണ്. 1300ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഡൽഹിക്കുള്ളിൽ ഉമർ സഞ്ചരിച്ച വഴികൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വലിയ ഇന്റലിജൻസ് പിഴവുണ്ടായതിന് തെളിവൊക്കെ തന്നെയാണിത്. ഇന്ത്യ ഗേറ്റ്, റെയിൽ ഭവൻ, കർത്തവ്യപഥ്, ലോധി റോഡ് തുടങ്ങി രാജ്യത്തിന്റെ തന്നെ തന്ത്രപ്രധാനമായ മേഖലയിലൂടെയാണ് ഉമർ സ്ഫോടക വസ്തുക്കളുമായി ആ കാറിൽ സഞ്ചരിച്ചത്. എന്നാൽ ഡൽഹിക്കുള്ളിൽ പ്രവേശിച്ച ശേഷം ഒരിടത്തും ഉമറിന്റെ കാർ പോലീസ് പരിശോധന നേരിട്ടിട്ടില്ല. ഇത് CCTV ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. വൈറ്റ് കോളർ ടെററിസത്തിനെ കുറിച്ച് ഡൽഹി പോലീസിന് ആരും തന്നെ സൂചന നൽകിയില്ല. അത്തരത്തിൽ ഒരു സൂചന നൽകിയിരുന്നു എങ്കിൽ ഉമർ ഇത്തരത്തിൽ സഞ്ചരിക്കില്ലായിരുന്നു. എന്നാൽ IB അടക്കമുള്ളവർക്ക് ഇത് അറിയുകയും ചെയ്യുമായിരുന്നു. ഇത്തരം വീഴ്ച ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ചെങ്കോട്ട ദുരന്തം ഒഴിവാക്കാമായിരുന്നു.
ഡൽഹിയിൽ വളരെ തിരക്കേറിയ നിസാമുദ്ദീൻ അക്ബർ റോഡ്, സഫ്ദർജംഗ് ആശുപത്രി, കൊണാട്ട് പ്ലേസ്, രാംലീല മൈതാൻ, ഡൽഹി ഗേറ്റ്, ദരിയാഗഞ്ച് പോലീസ് സ്റ്റേഷൻ എന്നിവ കടന്നാണ് ഉമർ റെഡ് ഫോർട്ടിൽ എത്തിച്ചേരുന്നത്. സ്ഫോടനം നടന്ന ദിവസം രാവിലെ ബദൽപൂർ ബോർഡർ വഴി ഉമർ കാറുമായി ഡൽഹിയിൽ പ്രവേശിച്ചു. രാവിലെ 9:17-നും 9:48-നും ഇടയിൽ നിസാമുദ്ദീൻ, ഇന്ത്യ ഗേറ്റ്, അക്ബർ റോഡ്, റെയിൽ ഭവൻ, കർത്തവ്യപഥ്, ലോധി റോഡ് തുടങ്ങിയ ഉൾപ്പെടെ ഡൽഹിയുടെ ഹൃദയഭാഗത്തുകൂടി കാർ കടന്നു പോവുകയായിരുന്നു. പിന്നീട് ഇടയ്ക്ക് വസീർപൂരിലെ ഒരു ചായക്കടയിൽ കാർ നിർത്തിയതായും CCTV ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷം കാർ ഉച്ചയ്ക്ക് ഒരു 2:04-നോടുകൂടി കൊണാട്ട് പ്ലേസ് ഔട്ടർ സർക്കിളും 2:10-ന് ഭാരകമ്പ റോഡും കടന്നു 2:17-ന് രാംലീല മൈതാനത്തിലെത്തുകയായിരുന്നു. തുടർന്ന് 3:30-ഓടെ ചെങ്കോട്ടയ്ക്ക് സമീപം കാർ പാർക്ക് ചെയ്തു. 6:23-ന് പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയ കാർ പതുക്കെ നീങ്ങി. 6:52-ന് കാർ പൊട്ടിത്തെറിച്ചു. ഇതാണ് റൂട്ട് മാപ്പ്. കൃത്യമായിട്ടുള്ള അന്വേഷണം. സാധാരണ മുന്നോട്ടുള്ള അന്വേഷണത്തിന് പകരം ഒരു റിവേഴ്സ് അന്വേഷണത്തിലൂടെയാണ് കാര്യങ്ങളെല്ലാം വ്യക്തമായത്. റിവേഴ്സ് അന്വേഷണത്തിൽ ചെന്ന് നിന്നതുപോലും അൽഫല എന്ന സർവകലാശാലയിൽ തന്നെയാണ്. നിരവധി ഭീകരരെ അതിൽ നിന്ന് തന്നെ കണ്ടെത്തുകയായിരുന്നു. ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസമുള്ള എത്രയോ ഡോക്ടേഴ്സിനെ ഇതിൽ കണ്ടെത്തിയിരിക്കുന്നു. ഏതായാലും ചെങ്കോട്ട സ്ഫോടനം അതൊരു ചാവേർ സ്ഫോടനമാക്കി ചെറുതാക്കി കളയാൻ പറ്റില്ല. പദ്ധതി വലുതായിരുന്നു. ഹമാസ് ഇസ്രായേലിൽ നടത്തിയതിലും വലിയ പൈശാചികമായിട്ടുള്ള ഒന്ന് ഏതായാലും NIA തൂത്തുവാരിയിട്ടുണ്ട്. ഇനി പാകിസ്ഥാൻ കാത്തിരിക്കുക. ഓപ്പറേഷൻ സിന്ദൂർ തുടരുക തന്നെ ചെയ്യും.